ബി.ജെ.പിയുടെ ഐഡിയോളജിയുടെ ഭാഗമായിട്ടുള്ള ബജ്രംഗ് ദളം ചേർന്ന് ആ സ്ത്രീകളെ എത്ര കാലം നിങ്ങൾ തടവിൽ പാർപ്പിക്കുമായിരുന്നു? അതിനിപ്പോ നമ്മളെ കാര്യം തീരുമാനിക്കുന്ന കോർപ്പറേറ്റുകളല്ലേ, എല്ലാം വിറ്റ് തുലക്കല്ലേ. അവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കേസ് എന്താ? ഇനി അവരെ ആരുടെ മുന്നിൽ ഹാജരാണ്? NIA എന്താ NIA? തീവ്രവാദ വിരുദ്ധ കേസ് അന്വേഷിക്കേണ്ട ഒരു ഏജൻസിയിലേക്ക് ഈ രണ്ട് മലയാളി സഹോദരിമാരെ എറിഞ്ഞു കൊടുത്തില്ലേ ബി.ജെ.പി? എന്നിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ പറയാൻ? അവരെന്ത് പുരുഷമാലയും ബൈബിളും അല്ലാതെ അവരുടെ കയ്യിൽ ബോംബുണ്ടോ? അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ AK-47 ഉണ്ടായിരുന്നോ? അവരുടെ കയ്യിൽ ബോംബ് ഉണ്ടായിരുന്നോ? പിന്നെ എങ്ങനെ അവർ തീവ്രവാദികളാവുന്നത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങൾ അവരെ തീവ്രവാദികളാക്കി മുദ്രകുത്തിയില്ലേ? നിങ്ങൾ അവരെ തീവ്രവാദികളാക്കി ചാപ്പ കുത്തിയില്ലേ? സമാധാനം മാത്രം പ്രസംഗിക്കുന്ന, പരസ്പര സ്നേഹം പ്രസംഗിക്കുന്ന ഈ കന്യാസ്ത്രീകളെ നിങ്ങൾ തീവ്രവാദികളാക്കി മാറ്റിയില്ലേ? ഇതിലും വലിയ അനീതി എന്താണ് നിങ്ങൾ ക്രൈസ്തവ വിഭാഗത്തോട് കാണിക്കാനുള്ളത്? നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ? കാവി കളസമിട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന അട്ടിമറിക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ അതിൽ കുറെ ആളുകള് കോൺഗ്രസിലാണ്, കുറെ ആളുകൾ BJP. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഛത്തീസ്ഗഡിൽ 35 MLA കോൺഗ്രസിനുണ്ട്. ഛത്തീസ്ഗഡിൽ ഒരു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിനുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കൂടെ 100 MP പാർലമെന്റിലുണ്ട്. എനിക്കൊരു സ്വപ്നം പോലെ തോന്നുന്നു. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഒരെണ്ണം പാർലമെന്റിന് മുന്നിൽ വന്നിട്ട് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചോ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ നേരെ എന്റെ വായ കയറിയിരിക്കും. അത് ശരി. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു ബാഹ്യ സംസാരം ഒരു ആങ്കറെ എത്രത്തോളം സ്വാധീനിക്കും? സൂര്യന്റെ കീഴിൽ നടക്കുന്ന സകലതിനെയും ഒരാൾ ചാനലിൽ വന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഇടപെടാൻ പോലും കഴിയാതെ നിശബ്ദരായി നോക്കിയിരിക്കേണ്ടി വരുന്ന ആളുകൾ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇത്തരം സമ്മർദ്ദങ്ങൾ നമ്മളെയും കൂടി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊന്ന് പഠിക്കുന്നത് നന്ന് എന്നൊരു അഭ്യർത്ഥന വിനയപൂർവ്വം എനിക്കുണ്ട്. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. കാര്യം പഠിക്കാൻ പറയുന്നത് അത്ര ബഹുമാനത്തോടെയാണ് ഞാൻ സ്വാഭാവികമായിട്ടും വ്യക്തിപരമായി അല്ല. പൂർത്തിയാക്കട്ടെ, തുടങ്ങിയോ നിങ്ങൾ? മാധു, ഞാൻ പറഞ്ഞത് മാധു സമയം കിട്ടുമ്പോ ഒന്ന് റീവൈൻഡ് ചെയ്ത് കേൾക്ക്. മാതൃഭൂമിയുടെ ലൈബ്രറി പോയിട്ട് ഞാൻ പറഞ്ഞതൊന്നും മാധു റീവൈൻഡ് ചെയ്ത് കേൾക്ക്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അല്ല എന്നെ വിളിക്കുന്നത് എന്ന് മാധുവിന് അഭിപ്രായം ഉണ്ടോ? ഞാൻ ഇത് പറയണ്ടേ? പറഞ്ഞതിൽ വസ്തുതാപരമായ പിശകുണ്ടെന്നാണ് ഞാൻ ബൈറ്റ് അടക്കം ചൂണ്ടിക്കാണിച്ചത്. അങ്ങേക്ക് അതിൽ മറുപടി പറയാൻ പറ്റില്ല അല്ലേ? വായിൽ കയറിയിരിക്കുന്നു എന്ന പ്രയോഗം കുറച്ചേറെയായി നടത്തുന്നു. ഞാൻ എവിടെയും കയറിയിരിക്കുന്നില്ല, ഞാൻ ആരുടെ വായിൽ കയറിയിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങ് ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ എന്റെ വായ കയറിയിരിക്കുന്നു? അങ്ങ് വായിൽ കയറിയിരിക്കുന്നു എന്ന പ്രയോഗം കുറച്ചേറെയായി നടത്തുന്നു. ഞാൻ എവിടെയും കയറിയിരിക്കുന്നില്ല, ഞാൻ ആരുടെ വായിൽ കയറിയിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങ് ശരി, ഒരു പ്രാദേശിക പ്രയോഗം എന്ന നിലയ്ക്ക് 1, 2, 3, 4 തവണ ശരി, ഞാൻ അങ്ങയുടെ വായിൽ കയറിയിരിക്കുന്നില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ പറഞ്ഞു ചിരിക്കാനായിട്ട്. എന്താ അല്ല, നല്ല ഭാഷയിൽ സംസാരിച്ചാൽ മതി എല്ലാവരും. നമുക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാകാം, പക്ഷേ ആങ്കറിന്റെ കസേരയിൽ ഇരുന്ന് ഈ വൃത്തികേട് കാണിക്കരുത്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഞാൻ ആങ്കറിന്റെ കസേരയിലായിരിക്കുന്നത് അങ്ങേക്ക് അറിയാലേ, അങ്ങയുടെ വായിലല്ല. അല്ല, അത് ഇതുവരെ മാധു പോയിട്ട് തോന്നുന്നു റീവൈൻഡ് ചെയ്ത് കേട്ടു നോക്ക്. എന്റെ വായിലാണോ നിങ്ങൾ ഇരുന്നത്, ആങ്കറുടെ കസേരയിലാണോ എന്ന്? ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇനിയിപ്പോ ഇതും പറഞ്ഞാലും വഴക്കിടണ്ട. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഞാൻ ആങ്കറുടെ കസേരയിലാണ് ഇരിക്കുന്നത് അങ്ങേക്ക് അറിയാം. അങ്ങ് കുറച്ചുകൂടി നല്ല ഭാഷയിൽ സംസാരിക്കണമെന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അങ്ങ് പറഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സത്യമാണ്. ഞാൻ അങ്ങ് തുടക്കത്തിൽ അങ്ങയുടെ ഊഴത്തിൽ ഏതാണ്ട് 18 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങയുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞില്ലേ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസ്ഥാനം ഇടപെടില്ല എന്നതടക്കം കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വന്ന് പറഞ്ഞോ, എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വന്ന് പറഞ്ഞോ എന്ന് NK പ്രേമചന്ദ്രനല്ലേ പറഞ്ഞത്? അത് ഞാൻ